നമസ്കാരം. ഈ അടുത്ത കാലത്ത് അരങ്ങേറുന്ന ഒരു നാടകമാണ് ഗവർണറും പിണറായിയും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധത്തിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവായിരുന്നു നിലമേലിൽ വെച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടു റോട്ടിൽ ഒരു കടയുടെ മുന്നിൽ കസേരയിട്ട് 2 മണിക്കൂർ നേരം ഇരുന്നത്. തനിക്ക് നേരെ കറുപ്പ് കൊടി ഉയർത്തിയ ആളുകളെയെല്ലാം അദ്ദേഹം പറഞ്ഞത് തൻ്റെ കാറിലിടിച്ചു എന്ന് കള്ളം പറഞ്ഞ് അവിടെയുള്ള പോലീസുകാരെ കൊണ്ട് DGPയെ കൊണ്ട് വിളിപ്പിച്ച് കേസ് എടുപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് ചെയ്തത്. 124 അടക്കമുള്ള രാജ്യദ്രോഹ കുറ്റങ്ങളടക്കമുള്ള കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ട് ഏകദേശം 12ഓളം SFIക്കാരെയാണ് ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യിച്ചത്. ഗവർണർ പറഞ്ഞത് കള്ളമാണെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്ക് ബോധ്യപ്പെടും. എന്താണ് ബോധ്യപ്പെടുന്നത്? അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കാറിൽ ഇറങ്ങുമ്പോഴോ അതിനു മുമ്പിലോ പിമ്പിലോ SFIക്കാർ ബാനർ ഉയർത്തുകയല്ലാതെ കറുപ്പ് കൊടി കാണിക്കുകയല്ലാതെ അല്ലെങ്കിൽ പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയല്ലാതെ കാറിൽ തട്ടുകയോ തൊടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പകരം ഗവർണറാണ് ഇറങ്ങി ആവോ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഈ SFIക്കാരുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നത്. ആ തരത്തിൽ പ്രതിഷേധിക്കുന്നവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യിക്കുന്നതിൽ അദ്ദേഹം മുൻപന്തിയിലാണെന്ന് തെളിയിക്കുമ്പോൾ തന്നെ ഇതിനൊക്കെ പിണറായി വിജയൻ വഴങ്ങിക്കൊടുക്കുകയായിരുന്നു. നമുക്കറിയാം, പിണറായി വിജയൻ കുറേ കാലമായി നടത്തിയിട്ടുള്ള നവകേരള എന്ന് പറയുന്ന നവചോരള യാത്ര, ചോരയിൽ മുക്കിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന ആളുകളുടെ തലയിൽ ഹെൽമറ്റ് കൊണ്ടും ചട്ടി കൊണ്ടും ഇരുമ്പ് പടി കൊണ്ടും അടിച്ച് തകർക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ സുരക്ഷയാണ്, അവരെ രക്ഷപ്പെടുത്തുകയാണ് എന്ന് പറയുന്ന ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കൂടിയായി പിണറായി വിജയൻ ജനങ്ങളെ പരിഹസിക്കുകയായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരനാണ് പിണറായി വിജയൻ എന്ന് തെളിയിച്ച സംഭവമായിരുന്നത്. അങ്ങനെയുള്ള പിണറായി വിജയൻ ഗവർണർക്കെതിരെ SFIക്കാർ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചപ്പോൾ 124 വകുപ്പ് പ്രയോഗിക്കാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ SFIക്കാരെ അതേപോലെ ദണ്ട് ഉപയോഗിച്ചിട്ടോ ഹെൽമറ്റ് ഉപയോഗിച്ചിട്ടോ ആക്രമിക്കുന്ന കാര്യങ്ങളൊന്നും ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഗവർണർക്കും വേണമെങ്കിൽ തൻ്റെ സെക്യൂരിറ്റിക്കാരെ കൊണ്ട് വലിയ വടികൾ ഉപയോഗിച്ച് SFIക്കാരെ അടിക്കാമായിരുന്നു. പകരം പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്തു നീക്കുക എന്നുള്ള തന്ത്രമാണ് അവിടെ ചെയ്തത്. ഇതേപോലെ തന്നെ അദ്ദേഹം നിയമസഭയിൽ കാണിച്ച അഭ്യാസം, നയപ്രഖ്യാപന അദ്ദേഹം കൃത്യമായി മുഴുവൻ വായിക്കേണ്ടതായിരുന്നുവെങ്കിലും അവസാനത്തെ ഒരു പാരഗ്രാഫ് മാത്രം വായിച്ച് നിയമസഭയുടെ ജനാധിപത്യത്തെ തന്നെ കൊഞ്ഞനം കുത്തുകയായിരുന്നു അദ്ദേഹം ചെയ്തത് എന്ന് നമുക്കറിയാം. അതിനു മുമ്പ് കോഴിക്കോട് മിഠായി തെരുവിൽ അദ്ദേഹം SFIക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായി രംഗത്തിറങ്ങുകയും അവിടെയുള്ള മിഠായി കടകളിൽ നിന്ന് അലുവയും മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിച്ച് അവിടെ ഒരു ആഘോഷപൂർവ്വം മടങ്ങുകയും ചെയ്തു. അതായത് വെല്ലുവിളി ഉയർത്തുകയാണ്, എന്നെ ധൈര്യമുണ്ടെങ്കിൽ തൊടടാ എന്ന് പറഞ്ഞിട്ട്. പിണറായി വിജയനാണെങ്കിൽ ശരിയാക്കി കളയുമെന്നുള്ള രൂപത്തിൽ ഇങ്ങനെ പരസ്പരം ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എത്ര കഴിവുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? പിണറായി വിജയൻ ഉൾപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതേപോലെ ഡോളർ കടത്ത് കേസ്, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ് കേസ്, ഇതുപോലെയുള്ള മാസപ്പടി വിവാദ കേസ്, ഇതേപോലെയുള്ള മറ്റു ധാരാളം കേസുകളിൽ കൃത്യമായി കേന്ദ്രത്തെ കൊണ്ട് കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളെ കൊണ്ട് കേസെടുപ്പിച്ച് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജയിലടപ്പിക്കാൻ എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത്? ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നടന്നു എന്ന് പറയുന്ന കാര്യത്തിൽ കേരളത്തിൻ്റെ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനാണ് പറഞ്ഞത് പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്നുള്ളത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ മകളും ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നും ഇവർ കുടുംബസമേതം അറസ്റ്റിലാകുമെന്ന് പറഞ്ഞത് K. സുരേന്ദ്രനാണ്. ഇതേപോലെ ഡോളർ കടത്ത് കേസിനെ കുറിച്ച് ആദ്യമായി വിളിച്ചു പറഞ്ഞത് K. സുരേന്ദ്രനും അതേപോലെ ആണ്. അപ്പോഴും പറഞ്ഞു പിണറായി വിജയൻ അകത്താവും, അതേപോലെ മകളകത്താവും, അതേപോലെ എല്ലാവരും അകത്താവും എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ലാവ്ലിൻ കേസ്. കേരളത്തിൽ ക്രൈമാണ് ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവന്നത്. ഞാൻ നടത്തിയ ധീരമായ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ലാവ്ലിൻ കേസ് CBI അന്വേഷണത്തിന് ഞാൻ വരികയും പിണറായി വിജയനെ പ്രതിയാക്കിക്കൊണ്ട് കേസ് FIR രജിസ്റ്റർ ചെയ്യുകയും പിന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. എന്നാൽ വളഞ്ഞ വഴികളിലൂടെ പിണറായി വിജയൻ ഡിസ്ചാർജ് പെറ്റീഷൻ ഉണ്ടാക്കിയെടുക്കുകയും തിരുവനന്തപുരം കോടതിയിലും ഹൈക്കോടതിയിലും പറ്റിയ ജഡ്ജിമാരെ സ്വാധീനിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുകയും പിന്നീട് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് പെൻഡിങ്ങിലാണ്. എന്തുകൊണ്ടാണ് 60 തവണയായിട്ട് ആ കേസ് മാറ്റിവെക്കുന്നത്? കേന്ദ്രത്തിൽ തുഷാർ മാത്ത എന്ന് പറയുന്ന അമിത്ഷായുടെ വലങ്കൈയായ ആളാണ്
അവിടെ സോളിസിറ്റർ ജനറൽ അദ്ദേഹമാണ് ഈ കേസിൽ എല്ലാ തവണയും വന്ന് എനിക്ക് തിരക്കാണേ മാറ്റിവെക്കണമെന്ന് പറയുന്നത്. അതേസമയത്ത് താഴെ ലോക്കലായിട്ട് രാഹുൽ ഗാന്ധിയുടെ കേസ് പോലും വാദിക്കാൻ വേണ്ടി ഗുജറാത്തിൽ പോയിട്ടുള്ള ഈ തുഷാർ മേത്തിക്ക് ഇത്തരം പ്രമുഖമായ പിണറായി വിജയൻ ഉൾപ്പെട്ട കേസിൽ ഹാജരാവാൻ എന്തായിരുന്നു മടി? അപ്പോൾ ഇവിടെ ഒരു ചോദ്യമാണ്, ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിലും അതേപോലെ അമിത്ഷായിലും അതേപോലെ നരേന്ദ്രമോദിയിലൊക്കെ ഇത്ര വലിയ സ്വാധീനമുണ്ടെങ്കിൽ പിണറായി വിജയനെ തൂക്കിയെടുത്ത് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാത്തത്? ആ കുടുംബത്തെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാത്തത്? അല്ലാതെ ഈ കോമാളിത്തരം കാണിച്ചത് കൊണ്ട് പിന്നെ നാട്ടുകാരെ മുഴുവൻ പറയിപ്പിക്കാൻ വേണ്ടി ഗവർണർ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മഷ്കുങ്ങറാണ്ടനാണ് എന്നീ വരുത്തി തീർത്ത് നമ്മളെ ഗവർണർ സ്ഥാനത്ത് തന്നെ അവഹേളിക്കുന്ന എന്തിനാണ്? നിങ്ങൾ തമ്മിൽ കാണിക്കുന്ന അഭ്യാസങ്ങൾ, നിങ്ങൾ അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ ഇവിടെ BJPക്ക് വോട്ട് ശക്തമാക്കാനും BJP അണികളെ ശക്തമാക്കാനും വേണ്ടിയുള്ള അഭ്യാസങ്ങളല്ലേ എന്ന് വളരെ സംശയിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് നീങ്ങുന്നത്. അല്ലെങ്കിൽ ധീരതയുള്ള ആളാണെങ്കിൽ, തൻ്റെ ഇടമുള്ള ആളാണെങ്കിൽ, ഇത്ര ബന്ധമുള്ള ആളാണെങ്കിൽ പിണറായി വിജയനെ സ്വർണ്ണക്കള്ളക്കടത്തിൽ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യിക്കാത്തത്? എന്തിന്? മാസപ്പടി വിവാദത്തിൽ അദ്ദേഹം 90 കോടി രൂപ 3 കൊല്ലം കൊണ്ട് കരിമണൽ കർത്തയിൽ നിന്ന് വാങ്ങി എന്നുള്ളത് തെളിവല്ലേ? മകൾ 1.25 കോടി രൂപ വാങ്ങി എന്നുള്ളതിന് റെക്കോർഡിക്കലായി തെളിവല്ലേ? ഇതേപോലെ തന്നെ അദ്ദേഹം ബാക്കിയുള്ള 2023 വരെയുള്ള വർഷങ്ങളിൽ ഏകദേശം 200 കോടി രൂപ കരിമണൽ കർത്തയിൽ നിന്ന് അഴിമതിയായി പണമായി വാങ്ങി എന്നുള്ളത് തെളിവല്ലേ? മകൾ വാങ്ങി 5.25 കോടി രൂപ വാങ്ങി എന്നുള്ളത് തെളിവല്ലേ? എന്തുകൊണ്ട് ഇവർക്കെതിരെ എൻഫോഴ്സ്മെൻറ്റിനെ കൊണ്ട് കേസെടുപ്പിക്കുന്നില്ല? അത്ര തൻ്റെ ഇടമുള്ള ആളാണെങ്കിൽ, അത്ര വിവരമുള്ള ആളാണെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുകയല്ല ചെയ്തത്. SFIക്കാരെ പിടിച്ച് അകത്താക്കിയത് കൊണ്ടൊന്നും ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഒരു വെറും നാടകമാണ്, അതും കള്ളമാണ് എന്ന് പറയാൻ പറ്റും. ആ കാറിൻ്റെ അടുത്ത് പോലും SFIക്കാർ എത്തിയിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. SFIക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു രക്തസാക്ഷിയെ കിട്ടുക എന്നുള്ള ആവശ്യമായിരിക്കാം. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം SFIക്കാരെ വിട്ട് ഇങ്ങനെ ഒരു നാടകങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ആരിഫ് മുഹമ്മദ് ഖാന് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള തന്ത്രമാണ് പിണറായി വിജയൻ പയറ്റുന്നത്. ഇതാർക്കും മനസ്സിലാവില്ല എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? ഇവിടെയുള്ള അഴിമതി കഥകളിൽ നിന്നൊക്കെ മാറ്റി അദ്ദേഹത്തെ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റിച്ച് ഗവർണറുമായി യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക, അങ്ങനെ ജനങ്ങൾ പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് മറന്നു പോകുക എന്നുള്ള തന്ത്രമാണ് പയറ്റുന്നത്. യഥാർത്ഥത്തിൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിക്കെതിരെ എന്ത് നടപടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുവരെ എടുത്തിട്ടുള്ളത്? എന്ത് നടപടിയാണ് BJP എടുത്തിട്ടുള്ളത്? ആദ്യം മനസ്സിലാക്കേണ്ടത് കെ സുരേന്ദ്രനും മുരളീധരനും യൂസഫ് അലിയും പിണറായിയും ചേർന്നുള്ള ഒരു കൂട്ടുമുന്നണിയാണ് ഇവിടെ ഭരിക്കുന്നത്. ആദ്യം മനസ്സിലാക്കുക. ഇവരെല്ലാവരും തന്നെ ഈ തട്ടിപ്പിൻ്റെ ഭാഗങ്ങളാണ്. അല്ലാതെ സാധാരണ പാവപ്പെട്ട BJP അണികളെ വഞ്ചിച്ചുകൊണ്ടാണ് ഇവിടെ പിണറായി വിജയനെ ഇവർ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നോ പിണറായി വിജയൻ ജയിലകത്തായി കിടക്കേണ്ട ഒരു ക്രിമിനൽ മാത്രമാണ് എന്നുള്ളതിൻ്റെ എത്രയോ തെളിവുകൾ നമ്മളെ മുന്നിൽ കിടക്കുകയാണ്. നന്ദി, നമസ്കാരം.